ഇൻഡിഗോ വിമാനങ്ങൾ കൂട്ടമായി സർവീസ് റദ്ദാക്കിയതോടെ FDTL നിർദ്ദേശം പൂർണ്ണമായും പിൻവലിച്ച കേന്ദ്ര സർക്കാർ. നിലവിലെ പ്രതിസന്ധിയിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു പ്രതികരിച്ചു. ഇന്ന് 600-ലധികം ഇൻഡിഗോ വിമാനങ്ങൾ വൈകി. പ്രതിസന്ധി മുതലെടുത്ത് മറ്റ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി. ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റ് പരിഷ്കാരം കൊണ്ട് പ്രതിസന്ധിയിലായ ഇൻഡിഗോയ്ക്ക് ആശ്വാസം. ജീവനക്കാർക്ക് അവധി വേറെ, വിശ്രമസമയം വേറെ എന്ന പരിഷ്കരണമടക്കം എല്ലാ നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. അവധി ഉൾപ്പെടെ പ്രതിവാര വിശ്രമം ഇതോടെ 36 മണിക്കൂറായി തുടരും. നിലവിലെ പ്രതിസന്ധിയിൽ ഉന്നതതല അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടു. 3 ദിവസത്തിനകം സർവീസുകൾ സാധാരണ നിലയിലാകുമെന്ന് റാംമോഹൻ നായിഡു പ്രതികരിച്ചു. വിമാനങ്ങൾ ഇന്നും കൂട്ടത്തോടെ റദ്ദാക്കിയതോടെ പല വിമാനത്താവളങ്ങളിലും യാത്രക്കാർ വലഞ്ഞു. യാത്രക്കാരുടെ ക്ഷമ ചോദിച്ച ഇൻഡിഗോ ഈ മാസം 15 വരെ ക്യാൻസലേഷൻ തുക മുഴുവനായി നൽകുമെന്ന് വ്യക്തമാക്കി. ദില്ലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എയർ ഇന്ത്യ ടിക്കറ്റ് നിരക്ക് 80,000-ന് മുകളിലാണ്. സർക്കാർ കുത്തകകളെ പ്രോത്സാഹിപ്പിച്ചതിന്റെ ഫലമാണ് ഇൻഡിഗോയുടെ പരാജയമെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. പ്രശ്നം എപ്പോൾ പരിഹരിക്കുമെന്ന് വ്യോമയാന മന്ത്രി പാർലമെന്റിനെ അറിയിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, ദില്ലി.